പത്രോസിന് ഒരു സിംഹാസനം പോയിട്ട് ഒരു പ്ലാസ്റ്റിക് കസേര പോലും ഇരിക്കാനില്ലായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലോ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലോ വിടുതൽ സംഭവിച്ചില്ല എന്ന് വരും. വിടുതൽ സംഭവിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുന്നിടത്താണ് ദൈവകൃപ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാനെന്ന് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. അത് സീരിയസ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാനും കഴിഞ്ഞ 4-5 ദിവസമായി കണ്ടിന്യൂസ് യാത്രയിലായിരുന്നു. അതിൻ്റെ മധ്യേ കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു. വടക്കേ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ ചിക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് എവറി ഹോം ക്രുസൈഡിൻ്റെ ഒരു മിഷൻ ഫീൽഡിൽ അവിടെ ഒരു പുതിയ ആരാധനാലയത്തിൻ്റെ ഡെഡിക്കേഷന് വേണ്ടി കടന്നു പോയതാണ്. വളരെ ഉൾപ്രദേശമാണ്. നമുക്ക് ചെന്നെത്തുക എന്നൊക്കെ പറയുന്നത് അവിടെ എങ്ങനെ മനുഷ്യർ ജീവിക്കുന്നു എന്ന് ആശങ്കപ്പെടാനായിട്ട് ഇടയായി. എങ്കിലും നമ്മുടെ ഒരു മിഷണറി കുടുംബം വളരെ സമർപ്പണത്തോടെ ചില നാളുകളായിട്ട് ഏകദേശം 8 വർഷമായി അവിടെ പ്രവർത്തനം. ഇന്ന് 100-ലധികം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ലിംഗായത്ത് സമുദായക്കാരാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത്. ലിംഗായത്ത് സമുദായത്തിലുള്ള ആളുകളെ സുവിശേഷം പറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ഒരു ആരാധനാലയം നമ്മൾ കഴിഞ്ഞ ദിവസം പണിതു. ഈ വെള്ളിയാഴ്ച അത് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടിടയായി തീർന്നു. എവറി ഹോം ക്രുസൈഡിന് ഇന്ത്യയിൽ 100 കണക്കിന് ഇതുപോലുള്ള മിഷൻ ഫീൽഡിലെ ആരാധനാലയങ്ങളുണ്ട്. അവിടെയെല്ലാം ജാതികളിൽ നിന്ന് ആളുകൾ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുന്നത് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എൻ്റെയും ജീവിതത്തിലിടയായി തീർന്നിട്ടുണ്ട്. മിക്കവാറും വർഷങ്ങളിൽ ഞാനൊരു 3-4 സ്ഥലത്ത് ഇതുപോലുള്ള ഡെഡിക്കേഷന് കടന്നു പോകാറുണ്ട്. ആ ദേശത്തെ വേലയോർത്ത് പ്രാർത്ഥിക്കണം. സെക്കൻഡറാബാദിൽ ചെന്നിട്ട് സെക്കൻഡറാബാദ് മുംബൈ ഹൈവേയിലൂടെ 230 കിലോമീറ്റർ ഹൈവേയിലും ബൈവേയിലുമായിട്ട് 230 കിലോമീറ്റർ ബൈ റോഡ് യാത്ര ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ആ ഗ്രാമത്തിൽ ക്രൈസ്തവരോ അല്ലെങ്കിൽ അത് ആ പോയ വഴിയിലൊന്നും ക്രിസ്തീയ പള്ളികളോ ഒന്നും കാണാനായിട്ടിടയായി തീർന്നില്ല. അവിടെ പ്രവർത്തിക്കുന്നതായ രാജേന്ദ്ര ഗർവാൾ എന്ന് പറയുന്ന മിഷണറിയും കുടുംബവും വളരെ സമർപ്പണത്തോടെ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ 38 കിലോമീറ്റർ പോയാൽ ബീദർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെയാണൊരു പട്ടണമുള്ളത്. ഞങ്ങൾ ബീദറിലാണ് താമസിച്ചത്. അത്രയും ദൂരം ചെന്നാൽ മാത്രമേ അവർക്കൊരു എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ ഉപ്പ് വാങ്ങിക്കണമെങ്കിൽ പോലും ബീദറിന് വരെ പോകണം. അത്രയും പ്രയാസത്തിൽ വർക്ക് ചെയ്യുന്നതായ മിഷണറിമാർ അവരെയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഏകദേശം 500ഓളം മിഷണറിമാർ എവറി ഹോം ക്രുസൈഡ് മിഷണറി കുടുംബങ്ങൾ നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങൾ അവരിലൂടെ ചെയ്തെടുക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, തുടർന്നും പ്രാർത്ഥിക്കുക. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം ധ്യാനിക്കാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു തോന്നിക്കാണും അല്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതായ അധ്യായമാണ് അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം. സംഭവമൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തിയുടെ ആരംഭ അധ്യായങ്ങളിലെ പരാമർശങ്ങളെല്ലാം നമുക്കറിയാം. പത്രോസാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ ആരംഭ അധ്യായങ്ങളിൽ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ ശുശ്രൂഷിക്കുന്നതായ ദൈവദാസൻ പത്രോസാണ്. പിന്നീടാണ് നമുക്ക് പൗലോസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ആരംഭകാലത്ത് പത്രോസിൻ്റെ ശുശ്രൂഷകൾ വളരെ ശക്തമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പത്രോസിൻ്റെ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പത്രോസിൻ്റെ ഇല്ലായ്മയും പത്രോസിന് ഉള്ളതും, പത്രോസിൻ്റെ ഇല്ലായ്മകളും പത്രോസിന് ഉള്ളതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിൽ നടന്നതായ ഒരു വലിയ അത്ഭുതമാണ് അല്ലേ. 1-ാം വാക്യം, ഒരിക്കൽ പത്രോസും യോഹന്നാനും, മൈക്കിലൂടെ വായിക്കാമോ? ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുവാൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്.
അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്ന കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. വളരെ പരിചയമുള്ള വേദഭാഗമാണ് അല്ലേ? സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കലിരിക്കുന്ന ഭിക്ഷക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം വിടുവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭയിൽ, ആരംഭ സഭയിൽ നടന്ന ആദ്യത്തെ അത്ഭുതം അല്ലെങ്കിൽ രോഗശാന്തിയാണ് ലൂക്കോസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ അത്ഭുതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം സഭയിൽ ആദ്യം നടക്കുന്ന ശുശ്രൂഷയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിൽ വളരെ പ്രസിദ്ധമാണ്. ഏകദേശം അതിനെക്കുറിച്ച് ചരിത്രകാരൻ ജോസീഫസ് എഴുതിയിരിക്കുന്നത് കൊരിന്തിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും വിലപിടിപ്പുള്ള താമ്രങ്ങൾ ഉപയോഗിച്ച് മനോഹരമായി പണിതിരിക്കുന്നതായ ഗോപുരമാണ് ഈ സുന്ദരം. ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ പേര്. അത്രയ്ക്കും മനോഹരമാണ് സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ചരിത്രത്തിൽ അതെല്ലാം നശിപ്പിക്കപ്പെടാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ, തീർത്ഥാടകരെല്ലാം വന്നാൽ യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ വരുന്നതായ തീർത്ഥാടകരിൽ ഏറ്റവും അധികം ആളുകളും പോകാൻ ആഗ്രഹിക്കുന്നത്, കടക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ സുന്ദരം എന്ന് പറയുന്ന ഈ ഗോപുരത്തിലൂടെ കടക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. കാരണം താമ്രം കൊണ്ട് പണിതിരിക്കുന്നതാണ്, ഏറ്റവും മനോഹരമാണ്, നല്ല തിളക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും കടക്കുന്നത് അതുകൊണ്ടാണ്. അവിടെയാണ് ഭിക്ഷക്കാരെല്ലാം ഏറെ നിൽക്കുന്നത്. കാരണം അതിലൂടെയാണ് ആളുകൾ കടന്നു വരുന്നത്. പ്രത്യേകിച്ചും ധനാഢ്യന്മാർ പോകാൻ ആഗ്രഹിച്ചിരുന്ന വഴി ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുര വാതിലായിരുന്നുവെന്ന് ചരിത്രന്മാർ എഴുതിയിട്ടുണ്ട്. യെരൂശലേം ദേവാലയത്തിന് പല വഴികളുണ്ട്. ഓരോ ജാതി വിഭാഗങ്ങളിലുള്ളവരൊക്കെ പലതും തിരഞ്ഞെടുക്കും. അതിൽ വളരെ ധനാഢ്യന്മാരായിരുന്ന അക്കാലത്തെ ആളുകൾ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഗോപുരവാതിൽ എന്ന് പറയുന്നത് ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭിക്ഷക്കാരുടെ സാന്നിധ്യം ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെയാണ് പത്രോസ് എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? വെള്ളിയും പൊന്നും എനിക്കില്ല അല്ലേ? പത്രോസിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ അപ്പോസ്തലൻ്റെ ഇല്ലായ്മയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്തില്ല? എനിക്ക് ലോകപരമായി നിനക്ക് തരാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഒരാൾക്ക് സുരക്ഷിതത്വം നൽകി കൊടുക്കുന്ന എന്താണ്? ഒരാൾക്ക് സുരക്ഷിതത്വം നൽകി കൊടുക്കുന്നത് സാമ്പത്തികം അല്ലേ? ഈ ലോകപരമായി നമ്മൾ നോക്കിയാൽ സാമ്പത്തികം ഒരാളെ സുരക്ഷിതനാക്കി തീർക്കും. നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ, നല്ല സാമ്പത്തിക ചുറ്റുപാടുകളുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ജീവിതം സുരക്ഷിതത്വം ഉള്ളതാണ്. വിദ്യാഭ്യാസം, ഒത്തിരി സമ്പത്തൊന്നുമില്ലെങ്കിലും നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പറയും അവൻ എങ്ങനെയും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് അവൻ രക്ഷപ്പെട്ടോളും, അവന് നല്ല വിദ്യാഭ്യാസമുണ്ടല്ലോ. പത്രോസിന് വലിയ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല, പത്രോസിന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. മൂന്നാമത്തേത് കുടുംബ പാരമ്പര്യം അല്ലേ? ഒരാൾക്ക് സുരക്ഷിതത്വം നൽകി കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം കുടുംബ പാരമ്പര്യം. ഒരു നല്ല പാരമ്പര്യമുള്ള ഒരു നല്ല കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഒക്കെ ഉരുണ്ടോ വരണ്ടോ ഒക്കെ അവൻ്റെ കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കളും ചാർച്ചക്കാരും കസിനും ഒക്കെ അവനെ തട്ടിയും മുട്ടിയും ഒക്കെ ആയിട്ട് അവനെ അങ്ങ് വലിയ പരിക്കില്ലാതെ അക്കരെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ മൂന്ന് വിധത്തിൽ നോക്കിയാലും അപ്പോസ്തലന്മാർക്ക് ഇതൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് പത്രോസിന് ഇതൊന്നുമില്ലായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയാൻ ആഗ്രഹിച്ചത് പത്രോസിൻ്റെ ഇല്ലായ്മ. പത്രോസ് തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ പലരും ധനാഢ്യരാണ്. അവരുടെ എല്ലാം കയ്യിൽ വെള്ളിയും പൊന്നും നാണയങ്ങളും ഒക്കെ ധാരാളമുണ്ട്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പോക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇവരുടെ കയ്യിലും കാര്യമായിട്ട് എന്തെങ്കിലും കാണുമെന്നാണ് ഈ ഭിക്ഷക്കാരനായ മനുഷ്യൻ ധരിക്കാനായിട്ടിടയായി തീർന്നത്. അതുകൊണ്ടാണ് ഒന്നാമത് പത്രോസ് എന്ത് ചെയ്തു? അവൻ്റെ ആ ചിന്തയ്ക്ക് ഒരു വിരാമമിട്ടു. വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങളുടെ കയ്യിൽ വലിയ സാമ്പത്തികമൊന്നും നിനക്ക് തരാനായിട്ട് വലിയ സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല അല്ലേ? ഇന്നത്തെ കാലത്തെ പത്രോസുമാരുടെ കയ്യിൽ ധാരാളം വെള്ളിയും പൊന്നും ഒക്കെ ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പുതിയ പോപ്പൊക്കെ വരാനായിട്ട് പോവുക. എന്നാൽ ആദ്യത്തെ പോപ്പായിരുന്ന അക്വിനാസിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളിയും പൊന്നും ലോകത്തിൻ്റെ ഒരു ധനവും ഇല്ലാത്ത മനുഷ്യനായിരുന്നു ഒന്നാമത്തെ പോപ്പ്.
അല്ലേ? പിന്നീട് വന്ന നേതാക്കന്മാരെല്ലാം, പിന്നീട് വന്നതായ സഭാ നേതാക്കന്മാർക്കെല്ലാം ധാരാളം പണവും പാരമ്പര്യവും മറ്റു പല ഘടകങ്ങളും അതിനെയൊക്കെ അതെല്ലാം ഉള്ളവരായി തീരാനായിട്ടിടയായി തീർന്നു. പിന്നീടാണ് ഈ സിംഹാസനങ്ങളൊക്കെ വന്നത്. പത്രോസിൻ്റെ സിംഹാസനം എന്നാണ് വിശേഷിക്കപ്പെടുന്നത്, അല്ലേ? അന്ത്യോക്യ സിംഹാസനം അല്ലെങ്കിൽ പത്രോസിൻ്റെ സിംഹാസനം. സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പത്രോസിന് ഒരു സിംഹാസനം പോയിട്ട് ഒരു പ്ലാസ്റ്റിക് കസേര പോലും ഇരിക്കാനില്ലായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ആളുകൾ പത്രോസിൻ്റെ സിംഹാസനം എന്നും പത്രോസിൻ്റെ വലിപ്പത്തെക്കുറിച്ചുമൊക്കെ അന്ത്യോക്യൻ സിംഹാസനം എന്നൊക്കെ പറയുമ്പോൾ പത്രോസിന് മരം കൊണ്ടുണ്ടാക്കിയ കസേരയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള കസേര പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഇവിടെ പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എൻ്റെ അപ്പോസ്തലന്മാർക്ക് ഒന്നുമില്ലായിരുന്നു. അവർ തന്നെ സാക്ഷിക്കുന്നുണ്ട്, അല്ലേ? 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യം വായിച്ച് അവിടെ അവർ പറയുന്നത് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യം. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, നിങ്ങൾ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം. ഇതായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ അവസ്ഥ, അല്ലേ? ഞങ്ങൾക്കൊന്നുമില്ലാത്തവരാണ്, ഞങ്ങൾ ഭോഷന്മാരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ മാനഹീനരാണ്. ഈ നാഴിക വരെയും ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിച്ച് ശകാരം കേട്ടിട്ടും വഴക്ക് പറഞ്ഞിട്ടും, അല്ലേ, അന്ന് മീറ്റിംഗ് നടത്തിയത് നന്നായില്ല. ഇന്നത്തെ പ്രസംഗം അങ്ങനെ വേണ്ടിയിരുന്നില്ല, അത്രയും ഒന്നും പറയേണ്ടിയിരുന്നില്ല, അല്ലേ? ഒത്തിരി ശകാരങ്ങൾ ഏറ്റ് അങ്ങനെയൊക്കെയാണ് വേല ചെയ്യാനായിട്ടിടയായി തീർന്നത്. പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ അവിടെ പത്രോസിൻ്റെ ഇല്ലായ്മയെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല. പിന്നെ എന്താ പത്രോസിനുള്ളത്? ഇനി നമുക്ക് പത്രോസിനുള്ള 7 കാര്യങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. പത്രോസ് പറയുന്നു എന്താ ഞങ്ങൾക്കുള്ളത്. വായിച്ചേ, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ എത്രാം വാക്യമാണ്? 4-5 വാക്യങ്ങൾ, അല്ലേ? 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങളെ നോക്കൂ, നീ ഞങ്ങളെ നോക്കൂ. ഒന്നാമത് പത്രോസിനുള്ളത് എന്നെ നോക്കൂ എന്ന് പറയാനുള്ളതായ ഒരു പ്രാഗൽഭ്യം പത്രോസിനും യോഹന്നാനും ഉണ്ടായിരുന്നു, അല്ലേ? പത്രോസും യോഹന്നാനും അവനോട് പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ബട്ട് യു ലുക്ക് അറ്റ് മീ. നീ എന്നെ ഒന്ന് നോക്ക, നീ ഞങ്ങളെ ഒന്ന് നോക്ക. അതൊരു വലിയ കരുത്താ പ്രിയപ്പെട്ടവരെ. പത്രോസിന് വെള്ളിയും പൊന്നും ഇല്ല, പക്ഷെ എന്തുണ്ട്? നീ ഞങ്ങളെ നോക്കുക എന്ന് പറയാനുള്ള ആ സാക്ഷ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നീ ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്ക് മറ്റൊന്നും നിനക്ക് തരാനായിട്ടില്ല, വെള്ളിയും പൊന്നുമില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എന്താ ഞങ്ങൾക്കുള്ളത്? അതാ ഒന്ന്, ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഒരു വലിയ സാക്ഷ്യം പറയാനുണ്ട്. ഇല്ലായ്മകൾ ധാരാളം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കർത്താവായ യേശുവിനെ നിനക്ക് തരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. അതിൻ്റെ കാരണം എന്താണ്? പത്രോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അല്ലേ? രണ്ടാമത്, ഒന്ന്, പത്രോസിന് സാക്ഷ്യമുണ്ടായിരുന്നു. 2, പത്രോസിന് എന്തുണ്ട്? പ്രാർത്ഥിക്കുന്നതായ സ്വഭാവമുണ്ട്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ പ്രാർത്ഥിക്കുന്ന പത്രോസിനെ കാണാൻ സാധിക്കുന്നത്. വെള്ളിയും പൊന്നും ഒക്കെ ധാരാളമുള്ളതായ പത്രോസുമാർക്ക് ഇന്ന് എന്തില്ല? പ്രാർത്ഥിക്കുന്ന സ്വഭാവമില്ല, സാക്ഷ്യമില്ല. ഞങ്ങളെ നോക്കൂ, ഞങ്ങൾ മോഡൽസ് ആണ്, ഞങ്ങൾ മാതൃകയുള്ളവരാണ്, ഞങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയാനുള്ള ധൈര്യമില്ല. എന്നാൽ പത്രോസിന് സാക്ഷ്യമുണ്ട്. അതാണ് പത്രോസിൻ്റെ ഉണ്മ. അല്ലെങ്കിൽ പത്രോസിന് സാക്ഷ്യത്തോടെ പറയാൻ സാധിക്കും, ലുക്ക് അറ്റ് മീ, നീ എന്നെ നോക്ക്, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടിടയായി തീരുന്നവനാണ്, എനിക്ക് നിനക്ക് യേശുവിനെ നൽകി തരാനായിട്ട് സാധിക്കുമെന്ന് പറയാനുള്ള സാക്ഷ്യമുണ്ട്. 2, അവൻ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിൽ പോകുമ്പോൾ പത്രോസ് വളരെ രഹസ്യ പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു എന്ന് ഈ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 9-ാം വാക്യം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ യോപ്പ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇപ്പോൾ പത്രോസിന്റെ മിനിസ്ട്രി നടക്കുന്നത്.
പൗലോസ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയിട്ടില്ല. പത്രോസാണ് സഭയുടെ നേതൃത്വം വഹിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രധാന ശുശ്രൂഷകനായി പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ യോപ്പയിൽ ചെന്നു. യോപ്പയിൽ തബീതയെ കർത്താവിലേക്ക് നേടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേടമാൻ എന്നർത്ഥമുള്ള തബീതയെ കർത്താവിന് വേണ്ടി നേടുന്നത് കാണാൻ സാധിക്കും. അവർ യാത്രയിലാണ്. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ മതി അവൻ പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി, അല്ലേ? ഒരു വെൺമാടത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായ പത്രോസ് എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? ദീർഘയാത്രയ്ക്ക് ഇടയിൽ. കൂടെയുള്ളവർ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോയി. കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർ ഭക്ഷണത്തിനൊന്നും വലിയ പ്രാധാന്യം നൽകുന്നില്ല. യാത്രയാണ്, കർത്താവിൻ്റെ വേലയാണ്. ജാതികളെ കർത്താവിലേക്ക് നേടുകയാണ്. സഭ പണിയപ്പെടുകയാണ്. സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സഭ രൂപീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ വെടിഞ്ഞ് അവർ കർത്താവിൻ്റെ വേലയിലാണ്. സഹോദരന്മാർ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോയ സമയത്ത് പത്രോസ് വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഭാഗം വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നു. 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. 11-ന്റെ 5. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. മതി ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഓരോ പട്ടണങ്ങളും ഗ്രാമങ്ങളും കയറി ഇറങ്ങി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുന്നതോടൊപ്പം ആ പട്ടണത്തിൽ പോയി ആ പട്ടണത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ പത്രോസ്. നമ്മുടെ വിഷയം എന്താ? പത്രോസിൻ്റെ കയ്യിൽ ഉള്ളത്. ഇനിയും നിങ്ങളെയൊക്കെ കർത്താവുണ്ടല്ലോ, ഓരോ പത്രോസുമാരായി തീരാനായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഓരോ പത്രോസുമാരായി തീരാനാണ്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്കും പത്രോസായി തീരാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്കും പത്രോസായി തീരാൻ സാധിക്കും. ഒന്ന്, പത്രോസിന് കർത്താവിനെ പറ്റി പറയാനുള്ളൊരു സാക്ഷ്യം, തൻ്റെ ജീവിതത്തിൽ ആ ഒരു ബോധ്യമുണ്ട്. എന്നെ നോക്കൂ, ഞങ്ങളെ നോക്കൂ എന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു മാതൃകാ ജീവിതം തങ്ങൾക്കുണ്ടായിരുന്നു. 2, പ്രാർത്ഥിക്കുന്ന സ്വഭാവം തനിക്കുണ്ടായിരുന്നു, അല്ലേ? ആ വെൺമാടത്തിൽ കയറിയിരുന്ന് ആ പട്ടണത്തിലെ യാത്രയ്ക്ക് മധ്യേ അങ്ങനെ ധാരാളം ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാനൊന്നും വായിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണോ? പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുന്നവരാണോ? നമ്മുടെ പ്രാർത്ഥനകൾ പൊത്തുവരുത്തത്തിൻ്റെ പ്രാർത്ഥനകളാണോ? അതോ വ്യക്തിപരമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അപ്പോൾ പത്രോസിനുള്ളത് 1, സാക്ഷ്യമുണ്ടായിരുന്നു. 2, പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. 3, ഈ ഭാഗമെല്ലാം വായിക്കുമ്പോൾ നമുക്ക് 2 പേരെ ഒരുമിച്ച് കാണാം, അല്ലേ? ആ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ആരെയെല്ലാമാണ്? 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പത്രോസും യോഹന്നാൻ. എന്ത് മനസ്സിലായി? ഇനി താഴോട്ട് നോക്കിയേ, വീണ്ടും കാണാൻ സാധിക്കും. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അവിടെയും ആരെല്ലാം ഉണ്ട്? പത്രോസുമുണ്ട്, യോഹന്നാനുമുണ്ട്. താഴോട്ട് വീണ്ടും നമ്മൾ വായിച്ചു പോകുമ്പോൾ 11-ാം വാക്യത്തിൽ അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ അവിടെയും ആരെല്ലാം ഉണ്ട്? പത്രോസും യോഹന്നാനും. ഇനി ധാരാളം പ്രാവശ്യം നമുക്ക് ഈ 3, 4, 5 അധ്യായങ്ങളിൽ പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ രംഗം വരെയും നമുക്ക് ആരെയെല്ലാം കാണാൻ സാധിക്കുമെന്നറിയാമോ? പത്രോസിനെയും യോഹന്നാൻ. ഇതിനൊരു വലിയ അർത്ഥമുണ്ട് കേട്ടോ. ഇതിനൊരു വലിയ അർത്ഥമുണ്ട്. എന്താണ്? പത്രോസിൻ്റെ കൂടെ ആരുണ്ട്? പത്രോസിൻ്റെ മിനിസ്ട്രിയുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? പത്രോസിനോട് കൂടെ ആരുണ്ട്? യോഹന്നാനുണ്ട്. ആമേൻ. പത്രോസിനൊരു ധൈര്യം, എൻ്റെ കൂടെ യോഹന്നാനുണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയ ആത്മീയ അർത്ഥമുള്ളതാണ്. എൻ്റെ കൂടെ യോഹന്നാനുണ്ട് എന്നുള്ളതാണ് പത്രോസിനെ ധൈര്യപ്പെടുത്തുന്നതായ ഘടകം. നമ്മൾ യോഹന്നാനെ ഒന്ന് നോക്കിയേ. ഈ ഭാഗത്തെല്ലാം യോഹന്നാൻ ആരാന്നറിയാമോ? സൈലൻ്റാ, വളരെ സൈലൻ്റാ യോഹന്നാൻ. കഴിവില്ലാത്തവനായിട്ടാണോ? യോഹന്നാൻ പുലിയാ, അല്ലേ? പത്രോസിനേക്കാളും വലിയ പുലിയാണ് യോഹന്നാൻ. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ പുസ്തകത്തിലെ 5 പുസ്തകങ്ങൾ എഴുതിയ, വേദപുസ്തകത്തിലെ 5 പുസ്തകങ്ങൾ എഴുതിയ ആളാണ് യോഹന്നാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാൻ്റെ 3 ലേഖനങ്ങൾ, ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അപ്പം യോഹന്നാൻ കഴിവില്ലാത്തവനായിട്ടല്ല സൈലൻ്റ് ആയിരിക്കുന്നത്.
യോഹന്നാൻ കഴിവില്ലാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ യോഹന്നാൻ സൈലന്റ് ആയിരിക്കുന്നത്. എന്താണ്? യോഹന്നാൻ പത്രോസിന് കൊടുക്കുന്നതായ പിന്തുണ, അതാ സഭയുടെ വിജയത്തിന്റെ രഹസ്യം. ആമേൻ. അതാ സഭയുടെ വിജയത്തിന്റെ രഹസ്യം. എന്നാൽ യോഹന്നാൻ അവിടെ ഇടിച്ചു കയറുന്നില്ല. മാറുക, എനിക്കും നിന്നെപ്പോലെ കഴിവുള്ള ആളാ, ഞാൻ പ്രസംഗിക്കാം, നീ ഇവിടെ കുറച്ചു നേരം മാറിയിരിക്കുക, ഞാൻ ചെയ്യാം എന്ന് പറയുന്നില്ല. അവിടെയെല്ലാം ഈ പത്രോസ് ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും പത്രോസിനോട് ചേർന്ന് നിന്ന് ആ പിന്താങ്ങൽ നൽകുന്നതായ കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്ന യോഹന്നാനെയാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പത്രോസിന് എന്താ ബലം എന്നറിയാമോ? യോഹന്നാൻ എൻ്റെ കൂടെയുണ്ട്. യോഹന്നാൻ എൻ്റെ കൂടെയുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ നാളുകളിൽ പത്രോസിൻ്റെ സ്വഭാവമാണ്, സാക്ഷ്യം. 2, പത്രോസിനെ പോലെ ആ പ്രാർത്ഥിക്കുന്നതായ സ്വഭാവം. 3, പത്രോസിനെ പോലെ ആ കൂട്ടായ്മ നൽകുന്നതായ സ്വഭാവം. ഈ മലയാളികളുടെ ഇടയിൽ കൂട്ടായ്മ നൽകുക എന്ന് പറയുന്നത് മറ്റേ സ്ഥാപനം ഇങ്ങനെ പാസ്റ്റർമാർക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് കൊടുക്കുന്നതിനെയാണ് പലരും. അതല്ല കേട്ടോ, ആ കൂട്ടായ്മയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ കൂട്ടായ്മയെക്കുറിച്ചല്ല, അത് ഉള്ളവർ കൊടുത്തോ കിട്ടുന്നവർ വാങ്ങുകയും ചെയ്തോ, ആ കൂട്ടായ്മയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെന്താണ്? ഫെലോഷിപ്പ്. നമ്മുടെ ചർച്ചിൻ്റെ പേരെന്തുവാ? ലൈഫ്. ആർക്കും അറിയത്തില്ലേ നമ്മുടെ ചർച്ചിൻ്റെ പേരെന്താ? ലൈഫ് ഫെലോഷിപ്പ് എന്നാ അല്ലേ? കൂട്ടായ്മ, ജീവനുള്ള കൂട്ടായ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മനസ്സിലാക്കുന്നത് അതാ, ജീവനുള്ള കൂട്ടായ്മ, പരസ്പരം നൽകുന്നതായ കൂട്ടായ്മ, പരസ്പരം ഉണ്ടായിരിക്കേണ്ടുന്നതായ കൂട്ടായ്മ, പരസ്പരം നമുക്ക് ആയിത്തീരേണ്ടുന്നതായ കൂട്ടായ്മ. പത്രോസിന് യോഹന്നാനോട് ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. യോഹന്നാന് പത്രോസിനോട് കൂടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയാണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. പേരിലുള്ള കൂട്ടായ്മയല്ല, പിന്നെയോ മനോഭാവത്തിലുള്ള കൂട്ടായ്മ അല്ലേ? ഇവിടെ എല്ലാം നമ്മൾ പത്രോസിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരെ ചേർന്ന് നിൽക്കുക. പത്രോസ് യോഹന്നാനോട് കൂടെ ചേർന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ യോഹന്നാൻ പത്രോസിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നു. വിഘടിച്ച് നിൽക്കുന്നിടത്ത് സഭ വളരില്ല. വിഘടിച്ച് നിൽക്കുന്നിടത്ത് സഭ വളരില്ല. പരസ്പരം പഴിചാരുന്നിടുന്ന സഭ വളരില്ല. പരസ്പരം കൈകോർത്ത് നിൽക്കാൻ സാധിക്കാത്തയിടത്ത്, കൈകോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തയിടത്ത് സഭയ്ക്ക് വളർച്ചയുണ്ടാകുകയില്ല. 2-ാം അധ്യായത്തിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. തീർന്ന വളർച്ച ഇല്ല. യോഹന്നാനോട് കൂടെ 3-ാം അധ്യായം മുതൽ ശുശ്രൂഷിക്കുന്ന പത്രോസിനെ നോക്കിയേ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 14 മുതൽ 17 വരെയുള്ള ഭാഗം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതലുള്ള ഭാഗം. അനന്തരം യെരൂശലേമിലേക്ക് അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടെന്ന് കേട്ടിട്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവർ ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കാനായിട്ടിടയായി തീർന്നപ്പോൾ അനന്തരം യെരൂശലേമിലെ അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലയച്ചു. ശമര്യരുടെ അടുക്കലേക്ക് അയച്ചു. അവർ ദൈവവചനം കേട്ട് അവർ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കൃപയുള്ള പത്രോസിനെയും യോഹന്നാനെയും ഒരുമിച്ച് കരം പിടിച്ച് ശുശ്രൂഷിക്കാൻ പ്രാഗൽഭ്യമുള്ള, കഴിവുള്ള, മനോഭാവമുള്ള പത്രോസിനെയും യോഹന്നാനെയും കൂടെ ശമര്യയിലേക്ക് അയച്ചു. അവരവിടെ ചെന്ന് ആ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടമായി. ഒരുമിച്ചുള്ള ശുശ്രൂഷയിലൂടെ മാത്രമേ സഭയെ മുന്നേറ്റുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 2-ാം അധ്യായത്തിൽ 3000 പേരാണെങ്കിൽ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചേ. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. വചനം കേട്ടവരെല്ലാവരും വിശ്വസിച്ചു. പലരും അല്ലെ, എല്ലാവരും അല്ല, വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാർ മാത്രം 5000 പേര്. 2-ാം അധ്യായത്തിൽ 3000 പേര്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5000 പേര്. പിന്നീടുള്ള അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സഭ ദേശമെങ്ങും വ്യാപരിക്കാനായിട്ടിടയായി.
കാരണം എന്താണെന്നറിയാമോ? പത്രോസിനുള്ളത്, പത്രോസ് പറഞ്ഞു, എനിക്ക് എന്നെ നോക്കൂ എന്ന് പറയാനുള്ള സാക്ഷ്യമുണ്ട്. 2, ഒരു രഹസ്യ പ്രാർത്ഥനാ ജീവിതമുണ്ട്. 3, യോഹന്നാനോട് ചേർന്ന് നിൽക്കാൻ, യോഹന്നാനോട് കൂടെ കരം പിടിച്ച് നിൽക്കാനുള്ള കഴിവ് പത്രോസിനുണ്ടായിരുന്നു. എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തത് പരസ്പരം കൈ കൊടുക്കുവാനുള്ള. അല്ല പാസ്റ്റർ, ഞങ്ങൾ കൈ കൊടുക്കുന്നുണ്ട് ഇത് കഴിയുമ്പം, അല്ലേ, ഇത് കഴിയുമ്പോൾ ഞങ്ങളെല്ലാം കൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവർ കൈ കൊടുക്കുന്ന, അവർ ചിരിക്കുന്ന ചിരിയൊക്കെ. മോണാക്ട് അറിയാത്തത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, അല്ലേ. നമ്മൾ കൈ കൊടുക്കുന്നുണ്ട്, അല്ലേ, ഇങ്ങനെ വിരലിൻ്റെ അറ്റം. ആ കൈ കൊടുപ്പല്ല, ഹൃദ്യമായിരിക്കണം. യെസ് ബ്രദർ, ഐ ആം വിത്ത് യു. എനിക്ക് വില്യംസിനോട് പറയാൻ സാധിക്കണം, വില്യംസ്, ഐ ആം വിത്ത് യു, ഞാൻ കൂടെ ഉണ്ട്. ശുശ്രൂഷിക്കാം, ഒരുമിച്ച് പണിയാം, ഒരുമിച്ച് വേല ചെയ്യാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഭവനങ്ങൾ സന്ദർശിക്കാം, ഒരുമിച്ച് ആളുകളുടെ അടുക്കലേക്ക് പോകാം. അത് പറയാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? കമ്മിറ്റി കൂടുമ്പോൾ, അല്ലേ, മീറ്റിംഗ് കൂടുമ്പോൾ, യെസ് വി ആർ വൺ. സഹോദരന്മാരെ, നമ്മൾ ഒന്നാ, നമ്മുടെ ഐഡിയ ഒന്നാ, നമ്മുടെ സഭ ഒന്നാ, നമ്മുടെ ലക്ഷ്യം ഒന്നാ, നമ്മൾ പോകുന്നത് ഒരിടത്തേക്കാ, നമ്മുടെ നായകൻ ഒന്നാ. അത് പറയാൻ കഴിയാതെ അവനെ ഞാൻ കയറ്റത്തില്ല, അല്ലേ. അത് പറയുന്നിടത്ത് സഭ വളരില്ല. അത് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല. അത് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുകയാണ്, ഞങ്ങളെ നോക്കൂ എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്, രഹസ്യ പ്രാർത്ഥനാ ജീവിതമുണ്ട്. 3, യോഹന്നാനോട് ചേർന്ന് നിൽക്കാൻ. യോഹന്നാനും തിരിച്ച് തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് യോഹന്നാന് നല്ല മതിപ്പുണ്ട്. തനിക്ക് എത്രത്തോളം ദൈവകൃപയുണ്ടെന്ന് യോഹന്നാൻ അറിയാമെങ്കിലും ആരംഭകാലങ്ങളിൽ പത്രോസിനെ ശുശ്രൂഷിക്കാനായിട്ട് ഇറക്കി വിട്ട് പത്രോസിന് വേണ്ടുന്ന സഹായമെല്ലാം നൽകി കൂടെ നിൽക്കാനുള്ളതായ ഒരു മനോഭാവം യോഹന്നാനുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് ഒരു പത്രോസാകാൻ, ഒരു യോഹന്നാനായി തീരാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ആമേൻ. കർത്താവേ, എന്നെ ഒരു യോഹന്നാനാക്കി തീർക്കണമേ. പരസ്പരം കൈത്താങ്ങാനായിട്ട്, പരസ്പരം കർത്താവെ ഒന്ന് ബലപ്പെടുത്താനായിട്ട്. അവൻ്റെ പ്രസംഗം എന്തോയിനും കൊള്ളാം, അല്ലേ. അവനെ ആരാ പാസ്റ്ററാക്കിയത്? അങ്ങനെയാണോ പറയുന്നത്? എന്നെക്കുറിച്ചല്ല കേട്ടോ, ഞാൻ എന്നെക്കുറിച്ച് അല്ല, മറ്റുള്ളവരെ കുറിച്ച്, അല്ലേ, പലരും പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണോ? അല്ലെങ്കിൽ ആ പുള്ളിയെ ആരാ എൽഡറാക്കിയത്? ഇവിടെ സഭ വളരില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കണം. നമുക്ക് നമ്മുടെ കുറവുകളെ കണ്ടെത്താൻ സാധിക്കണം. വചനശ്രൂഷ എന്ന് പറയുന്ന അതാ. അതിന് സാധിക്കുന്നില്ല എങ്കിൽ എത്ര വലിയ പ്രഗത്ഭരെ നിങ്ങൾ കൊണ്ടുവന്ന് 2.5 മണിക്കൂർ വെച്ച് മൈക്ക് വെച്ച് പറഞ്ഞാലും മാറ്റം വരില്ല. അതുകൊണ്ട് കർത്താവേ, ഞാനിതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്തൃമേശയ്ക്ക് മുമ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാറുണ്ടോ? ആമേൻ. ബി സീരിയസ്. സമദ് പാസ്റ്റർ പറഞ്ഞതുകൊണ്ടല്ല, വചനം അങ്ങനെയാണ് പറയുന്നത്. ചെയ്യാറുണ്ടോ? ശോധന ചെയ്യാറുണ്ടോ? എവിടെയാ കർത്താവേ, എവിടെയാ സംഭവിച്ചത്, കുഴപ്പം പറ്റിയിരിക്കുന്നത്? അത് കണ്ടുപിടിക്കുന്ന മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാനെന്ന് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. അത് സീരിയസ് ആയിരിക്കണം. അല്ലാതെ പണ്ടൊരു അമ്മച്ചി കർത്തൃമേശ ഫാസ്റ്റ് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഇങ്ങനത്തെ കപ്പല്ലല്ലോ, ഒരു പാത്രം ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക, അല്ലേ. പാസ്റ്റർ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചേച്ച് പെട്ടെന്ന് അങ്ങ് എടുത്തു. അമ്മച്ചി അതിനെ പിടിച്ചേച്ച് കുറച്ചങ്ങ് കുടിച്ചു. എൻ്റെ കർത്താവിൻ്റെ രക്തമല്ലേ, നിനക്കെന്നെ ഇത്ര ഛേദമെന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഞാൻ ഇത്രയൊന്നും കുടിച്ചാ പോരാ, അല്ലേ. തമാശയായിട്ട് പറയുന്നതാണെങ്കിലും ബി സീരിയസ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. എവിടെയാ കുറവുകൾ സംഭവിക്കുന്നത്, അല്ലേ. പത്രോസിന് യോഹന്നാനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ശുശ്രൂഷ വ്യർത്ഥമാണ്. 4, ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. പത്രോസിന് ഉള്ളത് 1 സാക്ഷ്യമുണ്ടായിരുന്നു, 1 പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു, 3 യോഹന്നാനോട് ചേർന്ന് നിൽക്കാനുള്ളതായ ആ സ്വഭാവമുണ്ടായിരുന്നു,
4, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു. ആമേൻ. 6-ാം വാക്യം അല്ലേ? 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ്, അല്ലേ? നസ്രായനായ യേശുവിൻ്റെ നാമം. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്കെല്ലാം ആ നാമത്തിലുള്ള വിശ്വാസം. ഈ 16-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ആളുകൾ അവൻ നടക്കുന്നതും തുള്ളുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും കണ്ട് ആളുകൾ വിസ്മരിച്ചു. ആളുകൾ വിസ്മരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് അവരോട് ചോദിക്കുന്നു, 16-ാം വാക്യം, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവൻ്റെ നാമം തന്നെ, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ എന്നെ ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഞാനല്ല, ഐ ആം നത്തിങ്, ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് അവൻ നടക്കുവാൻ, അവൻ സൗഖ്യം പ്രാപിപ്പാൻ കാരണമായി തീർന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒരാഴമായ വിശ്വാസം പത്രോസിനുണ്ടായിരുന്നു. ആമേൻ. പത്രോസിനും യോഹന്നാനും ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വിശ്വാസമുണ്ടോ? എൻ്റെ കർത്താവ് സൗഖ്യദായകനാ, എൻ്റെ കർത്താവ് വിടുവിക്കുന്നവനാ, എൻ്റെ കർത്താവ് ബലപ്പെടുത്തുന്നവനാ, എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ, എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അത് മാത്രം വിശ്വസിച്ചാൽ പോരാ. നമ്മുടെ വിശ്വാസം പലപ്പോഴും അവിടെയാണ് ഒതുങ്ങുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം. അവിടെ മാത്രം വിശ്വസിച്ചാൽ പോരാ. പിന്നെന്തും കൂടെ വിശ്വസിക്കണം. ഇനി എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയില്ലെങ്കിലും, ആമേൻ, ഇനി എൻ്റെ കർത്താവിന് വിടുവിച്ചില്ലെങ്കിലും, ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞ പോലെ, ഞങ്ങളുടെ കർത്താവ് ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ മതിയായവനാണ്. ഇനി അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും, രാജാവേ, നിന്റെ പ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഇതും കൂടെ പറയാൻ സാധിക്കണം. നമുക്കെല്ലാം ഇന്ന് ആളുകൾ മുന്നോട്ട് വന്നിട്ട് മടങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താ? ആദ്യത്തെ ഭാഗം വിശ്വസിച്ചു കൊണ്ടുവരും. എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്നവനാണെന്ന് വിശ്വസിക്കും. സൗഖ്യം വരാതെ വരുമ്പോൾ അവർ പിണങ്ങിപ്പോകും, അല്ലേ? കേവലം ഒരു ശാരീരിക സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നത്. അതിനപ്പുറമായ ഒരു നിത്യരക്ഷയ്ക്കായും ഒരു നിത്യതയ്ക്കും വേണ്ടിയാണ് നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നത്. അതുകൊണ്ട് അവിടെയാണ് നമ്മുടെ വിശ്വാസം ഉണ്ടാകേണ്ടത്. യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം. അത് പത്രോസിന് അന്ത്യം വരെ ഉണ്ടായിരുന്നു. പത്രോസിനെ കുറിച്ച് സഭാചരിത്രം പറയുന്നത്, പത്രോസ് എങ്ങനെ മരിച്ചു എന്ന, കർത്താവിന് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെട്ടവനായി മരിച്ചു. ആമേൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും അടികൊണ്ടു, കാരാഗ്രഹത്തിൽ കിടന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന കുറേ പേരുണ്ടല്ലോ. അവരൊന്ന് പത്രോസിൻ്റെ ജീവിതം ഒന്ന് നോക്കിയേ, അല്ലെങ്കിൽ യോഹന്നാൻ്റെ ജീവിതം ഒന്ന് നോക്കിയേ, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതം ഒന്ന് നോക്കിയേ. അവരുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ സംഭവിച്ചു. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. ഭൗതിക വിടുതലുകളോ ശാരീരിക സൗഖ്യങ്ങളോ രോഗശാന്തിയോ അവർക്ക് ലഭിച്ചിരുന്നില്ല. പത്രോസിനെ തലകീഴായി ക്രൂശിച്ച് കൊന്നു. യോഹന്നാൻ തിളച്ച എണ്ണയിലേക്ക് ഇടപെട്ടു, അല്ലേ? പത്മോസിലെ ഏകാന്തവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഈ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിടുതലില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ, പത്രോസിനും അതുപോലെ തന്നെ പൗലോസിനും യോഹന്നാനും ഒന്നും വ്യക്തിപരമായ ജീവിതത്തിൽ അത്രയേറെ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ഭൗതിക നന്മകളോ രോഗശാന്തിയോ പ്രാപിച്ചതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നില്ല. എന്നാൽ അതിലുപരി ഒരു ദൈവകൃപ, മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടുവാനുള്ള ഒരു ദൈവകൃപയുണ്ടായിരുന്നു. കാരണം രക്ഷ എന്ന് പറയുന്നത് ശാരീരിക സൗഖ്യത്തിനോ രോഗശാന്തിക്കോ വേണ്ടിയുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആമേൻ. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനു വേണ്ടി അധ്വാനിക്കാനും അതിനുവേണ്ടി ജീവിക്കാനും എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വരും. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലോ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലോ വിടുതൽ സംഭവിച്ചില്ല എന്ന് വരും. വിടുതൽ സംഭവിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുന്നിടത്താണ് ദൈവകൃപ. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ച് അവന് കുതിച്ചെഴുന്നേറ്റ് നടന്നു. പത്രോസിനുള്ളത് സാക്ഷ്യമുണ്ടായിരുന്നു, രഹസ്യ പ്രാർത്ഥനാ സ്വഭാവമുണ്ടായിരുന്നു, യോഹന്നാനോട് ചേർന്ന് നിൽക്കാൻ ഉള്ള
കൃപയുണ്ടായിരുന്നു. ഇതിനെയാണ് കൃപ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പലരും കൃപ എന്ന് വ്യാഖ്യാനിക്കുന്ന വേറെ പലതിനെയാണ്. കൃപ എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതം അടയാളമൊക്കെ നടക്കുന്നതിനെയാണ് നമ്മൾ പലരും കൃപ എന്ന് പറയുന്നത്. അതല്ല കൃപ. യോഹന്നാനോടൊക്കെ ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപയുണ്ടല്ലോ, അതാ കൃപ. മറ്റുള്ളവരെ താങ്ങുന്ന സ്വഭാവം. 7-ാം വാക്യം നമ്മളതാ വായിച്ചത് അല്ലേ. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മറ്റുള്ളവൻ്റെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ, താങ്ങാൻ, ബലപ്പെടുത്താൻ. സഹോദരന്മാരിൽ ബലഹീനരൊക്കെ കാണും. എല്ലാവർക്കും ഒരേ കഴിവൊന്നും ആയിരിക്കുകയില്ല. എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരായിരിക്കുകയില്ല. എങ്കിലും ഒന്ന് വലങ്കൈക്ക് പിടിച്ച് ഒന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ച്. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം. വളരെ വേഗം പെട്ടെന്ന് പോകാം. യെശയ്യാവ് 50-ന്റെ 4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഞാൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് ചെവി ഉണർത്തുന്നു. അല്ലേ? തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ. ബൈ ദ വേർഡ്, അല്ലേ? വാക്ക് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നവനെ താങ്ങുവാൻ. നമ്മൾ താങ്ങാറുണ്ട് അല്ലേ? അത് ഇരുപ്പതായിരിക്കും. അങ്ങനത്തെ താങ്ങാണോ? അല്ല. ആമേൻ. മറ്റുള്ളവരുടെ നമ്മുടെ വാക്കുകൾ, നമ്മൾ ദൈവമക്കളാണ്. കൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ ഭാഗ്യമാണ് കർത്താവ് തന്നെ. നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് മറ്റുള്ളവരെ താങ്ങാനായിട്ട്, കരുതാനായിട്ട്, അവരോട് ഇടപെടാനായിട്ട്, അവരെ ഒന്ന് ബലപ്പെടുത്താനായിട്ട്, അവരെ ഒന്ന് ശക്തീകരിക്കാനായിട്ട് ഇടയായിത്തീരണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 14-ാം വാക്യം. അതിൻ്റെ പുതിയ നിയമ കാഴ്ചപ്പാട് 1 തെസ്സലോനിക്കർ 5-14. സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. സഭയോടാ പറയുന്നത്. സഭയിലുള്ള ക്രമം കെട്ടവരെ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. അല്ലേ? നമ്മൾ പലപ്പോഴും പേഴ്സണൽ റിവെഞ്ച് എടുക്കുക. നമ്മളൊരു കാര്യം പറഞ്ഞാൽ, അല്ലേ, മീറ്റിങ്ങിലൊക്കെ ഇരുന്ന് സഭയുടെ അനുഗ്രഹത്തിനും സഭയുടെ വർധനവിനും വേണ്ടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർ അതൊരു പേഴ്സണൽ റിവെഞ്ചായിട്ടാണ് എടുക്കുന്നത്. നാളെ മുതൽ ബ്രദർ എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് പറയാനിടയാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് പേഴ്സണൽ റിവെഞ്ചായിട്ട് എടുക്കുക. അങ്ങനെയല്ല. സഭയുടെ മീറ്റിങ്ങിൽ, സഭയുടെ കമ്മിറ്റിയിൽ ഒരു കാര്യം പറയുന്നത് സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയാണ്. സഭ എന്ന് പറയുന്നത് തോന്നിയ പോലെ കൊണ്ടുപോകാനുള്ളതല്ല. ഉത്തമഗീതം 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു സഭയെ വിശേഷിപ്പിക്കുന്നത് സഭ കെട്ടിയടച്ച തോട്ടം എന്നാ. ആമേൻ. സഭ കെട്ടിയടച്ച തോട്ടം എന്നാ. അല്ലാതെ തോന്നിയതുപോലെ എങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് എങ്ങനെയുള്ളവരെ കൊണ്ടും എന്ത് സാക്ഷ്യവും എന്ത് പ്രസംഗവും എന്ത് ഇല്ലാത്ത കഥകളും മുത്തശ്ശി കഥകളും ഒക്കെ പറയിപ്പിക്കാനുള്ള സ്ഥലമല്ല സഭ. സഭയ്ക്കൊരു ക്രമമുണ്ട്. സഭ കെട്ടിയടച്ച തോട്ടമാണ്. അത് തോന്നിയതുപോലെ കൊണ്ടുപോകാനുള്ളതല്ല. അത് ഭരിക്കുന്നവർ, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവ വചനത്തിൽ അധിഷ്ഠിതമായി വചനപ്രകാരമായിരിക്കണം. അതിന് വിരുദ്ധമായി സംസാരിക്കുമ്പോൾ അത് പേഴ്സണൽ റിവെഞ്ചായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പത്രോസിനെ കുറിച്ച് പറയുകയാണ്. പത്രോസിന് സാക്ഷ്യമുണ്ടായിരുന്നു, പത്രോസിന് പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു, യോഹന്നാനോട് കൂടെ നിൽക്കാനുള്ള ആ മനോഭാവം ഉണ്ടായിരുന്നു, യേശുവിൻ്റെ നാമത്തിലുള്ള ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു, മറ്റുള്ളവരെ താങ്ങുന്നതായ സ്വഭാവമുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കാം. അങ്ങനെയൊക്കെ പത്രോസും യോഹന്നാനും ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 3:11. ആക്ട്സ് 3:11. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട്. നമുക്ക് അവിടെ ഒന്ന് നിൽക്കാം. ആ വാക്യം പിന്നെയും വായിക്കാം. അത് നോക്കി, എല്ലാവരും നോക്കിയേ, ഡിസ്പ്ലേ മാറ്റണ്ട.
ഈ മനുഷ്യൻ, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ, അവൻ എന്ത് ചെയ്തു? അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിന്നു. വെറുതെ ആരും വന്ന് ചേർന്ന് നിൽക്കുകയല്ല. ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? ചേർത്ത് നിർത്തണം, അല്ലേ? ചേർത്ത് നിർത്താൻ നിങ്ങൾക്കൊരു കൃപയുണ്ടോ? ഫയർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഫയർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ അല്ലേ, പ്രവൃത്തി കൊണ്ട് അവനെ ഒന്ന് ചേർത്ത് നിർത്തി. അതുകൊണ്ടാ അവൻ ആരാ? എങ്ങനെയുള്ളവൻ? അവൻ്റെ പശ്ചാത്തലം എന്തുവാ? നോക്കിയേ, പറഞ്ഞേ, അവൻ്റെ പശ്ചാത്തലം എന്തുവാ? സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിൽക്കൽ ഭിക്ഷ എടുക്കുന്നവനാ, അല്ലേ? ഭിക്ഷക്കാരനാ. ഇപ്പൊ ആരുടെ കൂടെയാ നിൽക്കുന്നേ? അപ്പോസ്തലന്മാരുടെ കൂടെ, കൃപയുള്ള ദൈവദാസന്മാരുടെ കൂടെ നിൽക്കുക. ഓടിപ്പോയി നിന്ന ഞാനും നിങ്ങളുമാണെങ്കിലോ നിർത്തുവോ? ആമേൻ. പത്രോസിൻ്റെ സ്വഭാവം ചേർത്ത് നിർത്തുന്നതായ ഒരു സ്വഭാവം, അല്ലേ? മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന സ്വഭാവം പത്രോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ആ 11-ാം വാക്യം വീണ്ടും വായിച്ചു. അവിടെ വീണ്ടും ചില കാര്യങ്ങൾക്ക് മറഞ്ഞു കിടപ്പുണ്ട്. അവൻ പത്രോസിനും യോഹന്നാനും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ആമേൻ. അവരുടെ അടുക്കലേക്ക് ഓടിക്കൂടി. ജനം ഓടിക്കൂടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ജനം ഓടിക്കൂടി അവിടെ എഴുതിയിരിക്കുന്നതാ. നോക്കിയേ, അവൻ പത്രോസിനോട് യോഹന്നാൻ, ഇത്രയും നേരം അത്ഭുതം നടന്നപ്പോൾ ആളുകൾ ഓടിക്കൂടിയില്ല. ആമേൻ. അതാ അവിടെ ഏതാണ്ടാ ഇന്നലെ വരെയും ഉടന്തനായൊരു മനുഷ്യൻ, അവൻ വിടുതൽ പ്രാപിച്ചു. അത് കണ്ടിട്ടല്ല ആളുകൾ ഓടിക്കൂടിയത്. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ജനം ഓടിക്കൂടി. ഓടാൻ പോയിട്ട് കാറേ വരാത്ത തന്നെ, നടന്നു വരാത്ത തന്നെ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, അല്ലേ? നമ്മൾ ഓരോരുത്തരും സമ്മതിക്കണം. നിങ്ങളുടെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയാൻ പാടില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അതെൻ്റെ കുറവാ കർത്താവേ. ചേർത്ത് നിർത്തേണ്ടവരെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ, ബലഹീനരെ നമ്മൾ കൈ കൊടുത്ത് താങ്ങുമ്പോൾ, എഴുന്നേൽപ്പിക്കുമ്പോൾ, രോഗികൾ സൗഖ്യമാകുമ്പോൾ, നമ്മൾ പരസ്പരം കൂട്ടായ്മയുള്ളവരും പത്രോസും യോഹന്നാനും വേർപിരിയാൻ കഴിയാത്തതുപോലെ അവർ ഒരുമിച്ച് ഇഴുകി ചേർന്ന് നിൽക്കുമ്പോൾ അത് കാണുന്നവരുണ്ടല്ലോ ഓടിക്കൂടും. ആമേൻ. അല്ലാത്തവരെ, ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകാറുണ്ട്, വീടുകൾ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ആളുകൾ പറയും, പലരും ഞങ്ങളോട് ഇപ്പോൾ ഈ നാളുകളിൽ പറയുന്നതാ, നിങ്ങൾ തമ്മി ശരിയാകും. അപ്പോൾ അവർ യാക്കോബ ഓർത്തഡോക്സ് അടിയും ഒക്കെ കണ്ടിട്ടാണ് അവർക്കതേ കാണാൻ പറ്റുള്ളല്ലോ. നിങ്ങളൊന്ന് ശരിയാവുക, എന്നിട്ട് ഞങ്ങളെ വിളിക്ക്, ഞങ്ങൾ വരാം. അപ്പോൾ പത്രോസ് യോഹന്നാനും ഇഴുകിച്ചേർന്ന് നിന്ന് രോഗിയെ സൗഖ്യമാക്കി, അവൻ്റെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനെ ദേവാലയത്തിൽ അവരോട് കൂടെ ചേർത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ജനം എങ്ങനെ വന്നു എന്ന് എഴുതിയിരിക്കുന്നത്? എങ്ങനെ വന്നു എന്ന് പ്രിയപ്പെട്ടവരെ എഴുതിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ്, എങ്ങനെയാണ് അവർ വന്നത്? ജനം ഓടിക്കൂടി. ആമേൻ. ജനം ഓടിക്കൂടി. കൂടുന്നില്ല എങ്കിൽ, ആളുകൾ വരുന്നില്ല എങ്കിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ കുറ്റം പറയണ്ട. നമ്മളെല്ലാം ഒരുമിച്ച് പ്രതികളാണ്, അല്ലേ? ഞാൻ ഈ സഭയെക്കുറിച്ച് മാത്രമല്ല, വെളിയിലും മറ്റ് സഭകളും എല്ലായിടത്തും പറയാറുള്ളതാ. എന്നെ വിളിക്കുന്നിടത്തെല്ലാം ഞാനിത് പറയും. നമ്മളെല്ലാം പ്രതികളാണ്, നമ്മളെല്ലാം ഒരുപോലെ കുറ്റക്കാരാ. അതിനാ പറയുന്നത് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണമെന്ന്. കർത്താവ്, ഇന്ന് ഈ ആഴ്ച ഞാൻ കള്ളു കുടിച്ചില്ലല്ലോ, ബീഡി വലിച്ചില്ലല്ലോ, സിനിമ കണ്ടില്ലല്ലോ, സ്തോത്രം. അതൊക്കെ നമ്മൾ മാത്രമല്ല, പലരും ഇതൊന്നും ചെയ്യാറില്ല. അതിലും ആഴമേറിയ മിസ്റ്റേക്ക് എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് പരസ്പരം കണ്ടെത്താനായിട്ട് ഇടയായിത്തീരണം. ഞാൻ വാക്കുകളെ നിർത്തുമ്പോൾ പത്രോസിനുള്ളത് ഇല്ലായ്മ നമ്മൾ കണ്ടു. പത്രോസിനുള്ളത് പ്രാർത്ഥിക്കുന്ന സ്വഭാവം, യോഹന്നാനോട് കൂടെ നിൽക്കാനുള്ള സ്വഭാവം, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം, മറ്റുള്ളവരെ താങ്ങുന്നതായ സ്വഭാവം, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതായ സ്വഭാവം. 3:12 മൂന്നാമത്തെ 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം.
കമ്പിവാചകത്തിൽ 3:12. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്ന പോലെ. ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? നോട്ട് അവർ മൈറ്റ്, അല്ലേ? ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ അല്ല. മഹത്വമെല്ലാം ആർക്ക് കൊടുത്തു? ദൈവത്തിന് നൽകി. മഹത്വം ദൈവത്തിന് നൽകി. ആമേൻ. മഹത്വമെല്ലാം ദൈവത്തിന് നൽകി. അതാ പത്രോസിൻ്റെ സ്വഭാവങ്ങളിലൊന്ന്. പത്രോസിനുള്ളത് മഹത്വം ദൈവത്തിന് നൽകുന്ന സ്വഭാവം. അവിടെ പറയുകയാണ്, അല്ലേ, അവരോട് പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. നമ്മൾ പലരും പേരെടുക്കുന്നവരാ, അല്ലേ? എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എൻ്റെ കഴിവുകൊണ്ടാന്ന് പറയുന്നവരാ. കളയണം. പത്രോസ് പറയാ, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ഞങ്ങളുടെ ഭക്തി കൊണ്ടുമല്ല, ഞങ്ങളുടെ ശക്തി കൊണ്ടുമല്ല, ദൈവമാണ് അവനെ എഴുന്നേൽപ്പ്. മഹത്വമെല്ലാം ദൈവത്തിന് നൽകി. യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു, അല്ലേ? യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. ആദ്യം തടവറയിൽ കിടക്കുന്ന പാനപാത്രവാഹകനും മറ്റേ ആളും യോസഫിനോട് ചെന്ന് സ്വപ്നം പറഞ്ഞു. അവരുടെ സ്വപ്നം യോസഫ് വ്യാഖ്യാനിച്ചു. യോസഫിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്തപ്പം പറഞ്ഞു, യോസഫ് പറഞ്ഞു, എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. യോസഫ് പറഞ്ഞു, മഹത്വമെല്ലാം ദൈവത്തിന്, എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ സ്വപ്നം വ്യാഖ്യാനിച്ചത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഫറവോൻ സ്വപ്നം കണ്ടു. ഫറവോൻ കണ്ട സ്വപ്നം ഫറവോൻ മറന്നു, അല്ലേ? എന്നിട്ട് യോസഫിനോട് പറഞ്ഞു, ഈ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് പറഞ്ഞു. എടാ, ഇതെന്തൊരു പ്രശ്നമാണ്. നമ്മൾ കണ്ട സ്വപ്നം വേറൊരാളോട് നമ്മൾ കണ്ടിട്ട് നമ്മൾ മറന്നു, എന്നിട്ടും യോസഫിനോട് പറയാം ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ. പക്ഷെ ദൈവകൃപ കൊണ്ട് യോസഫ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ 14 പശുക്കളുടെ കാര്യം അറിയാമല്ലോ, നമുക്ക് എടുക്കണ്ട. ഫറവോൻ അപ്രീഷിയേറ്റ് ചെയ്തപ്പം യോസഫ് പറഞ്ഞു, മഹത്വമെല്ലാം ദൈവം. യഹോവ തന്നെ, രാജാവേ, യഹോവ തന്നെ നിനക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് നൽകട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പത്രോസ് ദൈവത്തിന് ആ മഹത്വം നൽകി. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കാം. 4:13, 4-ാം അധ്യായം 13-ാം വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും. പത്രോസിന് ധൈര്യം ഉണ്ടായിരുന്നു. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ. നേരത്തെ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. സാമാന്യജനം, ഓർഡിനറി പീപ്പിൾ, സാമാന്യരായിരുന്നു. നമ്മൾ അങ്ങനെയുള്ളവരെ മാനിക്കുമോ? അല്ലേ? പത്രോസ് അവർ പഠിപ്പില്ലാത്തവരും ഒക്കെ ആയിരുന്നുവെങ്കിലും പത്രോസിന് എന്തുണ്ടായിരുന്നു? അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ധൈര്യമുണ്ടായിരുന്നു. കറേജ്. കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാനുള്ള കറേജ് നിങ്ങൾക്കുണ്ടോ? സത്യത്തിന് വേണ്ടി നിലനിൽക്കാനുള്ള, സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ? സഭയിൽ ആ ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ? പത്രോസിന് ഒത്തിരി ഇല്ലായ്മകളുണ്ടെങ്കിലും 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കമ്പിവാചകത്തിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1, പ്രാർത്ഥിക്കുന്ന രഹസ്യ പ്രാർത്ഥനാ സ്വഭാവമുണ്ടായിരുന്നു. 2, യോഹന്നാനോട് കൂടെ ചേർന്ന് നിൽക്കാനുള്ള, അല്ലേ, ഫെലോഷിപ്പ് നൽകാനുള്ളതായ ഒരു കൃപ പത്രോസിനുണ്ടായിരുന്നു. 3, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം പത്രോസിനുണ്ടായിരുന്നു. 4, മറ്റുള്ളവരെ കരുതുവാൻ, താങ്ങുവാനുള്ള കൃപ പത്രോസിനുണ്ടായിരുന്നു. 5, ചേർത്ത് നിർത്തുവാനുള്ള, മറ്റുള്ളവരെ ചേർത്ത് നിർത്താനുള്ള കൃപ തനിക്കുണ്ടായിരുന്നു. ഓടിച്ചു വിടുകയല്ല. പിന്നെയോ, നമ്മൾ പലരും അവൻ പോണേ പോട്ടെ, അവൻ വന്നില്ലേലും ഒരു കുഴപ്പമില്ല, ആ ഒരു കുടുംബം വന്നില്ലേലും നമുക്കൊന്നും സംഭവിക്കാൻ, ഞാൻ കേൾക്കുന്ന ഡയലോഗാണ് കേട്ടോ. ബി സീരിയസ്, അല്ലേ? മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന സ്വഭാവമുണ്ടായിരുന്നു. അവസാനമായി പത്രോസിന് ധൈര്യമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പത്രോസ് യോഹന്നാനോട് ചേർന്ന് അവനോട് പറയുകയാണ്. പത്രോസ് യോഹന്നാനും ദൈവാലയത്തിൽ കടക്കാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കാം. ഇന്ന് പകൽക്കാലം കർത്താവേ, പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ ദൈവകൃപയുള്ളവരാക്കി, താങ്ങുവാൻ, കരുതുവാൻ, കർത്താവെ, മറ്റുള്ളവരെ നേടുവാൻ നീ എന്നെ ഉപയോഗിക്കണമേ. എന്നെ ഒരു പത്രോസാക്കി, ഒരു യോഹന്നാനാക്കി.
സഭയുടെ വർധനവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് സഭയെ പണിയാം. സഭ കെട്ടിയടച്ച തോട്ടമാണ്. തോന്നിയതുപോലെയല്ല അതിനെ കൊണ്ടുപോകേണ്ടത്. ആ ഒരു കൃപ മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.